ഞങ്ങളായിട്ട് ഓടിച്ചിട്ട് നീ ചായ കുടിക്കുന്നോ? നിന്റെ മുഖച്ചായ ഞങ്ങളിത് മാറ്റും. ഇവൻ നമ്മോടൊപ്പം ഒളിച്ചു കളിക്കുകയാണോ അതോ ഓടിച്ചിട്ട് തല്ലുകയാണോ? ഖന്ന സാറിന്റെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കാം. ഖന്ന സാറിന്റെ മൊത്തം ടാലന്റ് ഒളിച്ചിരിക്കുന്നത് ഖന്ന സാറിന്റെ വീട്ടിലല്ലേ? അപ്പൊ പിന്നെ എനിക്കും ധൈര്യമായിട്ട് ഒളിച്ചിരിക്കാം. ആഹാ കൊള്ളാലോ, ഇതിൽ കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കാം. ഞങ്ങൾക്ക് തോന്നി നീ ഇങ്ങോട്ടാ വന്നേന്ന്. ഇന്ന് നീ ശരിക്കും കരയും. കിട്ടിപ്പോയേ, കറുത്ത പാറക്കെട്ട് കിട്ടിപ്പോയേ. അതെ ചേട്ടാ, ഞാൻ കറുത്ത പാറക്കെട്ടൊന്നുമല്ല, കറുത്ത പോത്താണ്. എന്റെ സ്വന്തം പേരാണ് പോത്തച്ഛൻ. കിട്ടിപ്പോയി കറുത്ത പാറ, കിട്ടിപ്പോയി കിട്ടിപ്പോയി കറുത്ത പാറ, കിട്ടിപ്പോയി കിട്ടിപ്പോയി കറുത്ത പാറ, കിട്ടിപ്പോയി. ഞാൻ മര്യാദക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ വയറ്റിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നോ? ഇങ്ങനത്തുള്ള നീ ആരാ? മൈക്കിൾ ജാക്സണോ? ഞാൻ പാറയല്ലടാ, പോക്കിരിയാ. കേട്ടോടാ മിമിക്രി. എല്ലാരും വേഗം ഓടിക്കോ. ആഹാ കൊള്ളാലോ, പലഹാരം ഇരിക്കുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആദ്യം പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല കൂട്ടുകാരെ, സത്യത്തിൽ ഖന്ന സാറിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത്യാവശ്യം വല്ലതുണ്ടോ? മിക്കവാറും ഖന്ന സാറിന്റെ പൊട്ട കവിത കേട്ടിട്ട് തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ തിരിച്ചു കൊണ്ടാക്കാനാ സാധ്യത. ആ അടിപൊളി, നമ്മളിത് റേഡിയോയിൽ പറഞ്ഞ സ്ഥലത്തെത്തിയല്ലോ. പക്ഷെ എനിക്കൊരു സംശയം, നിങ്ങൾ നടന്ന് മോളോട്ട് എന്തിനാ പോകുന്നേ? ഞങ്ങള് മുകളിലോട്ടല്ല, നീ താഴ്ന്നു പോവാണ് ഹണി. അയ്യോ ദേ, താഴെ ചതുപ്പാണ്. ഹണി, നീ അനങ്ങരുത്. നമ്മൾ കന്നാസാറിന്റെ അടുത്ത് എത്താതിരിക്കാനായിട്ട് ആ കാലിയായിരിക്കും ഈ ചതുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. ദേ നോക്കിയേ, ആ മരക്കൊമ്പിന്റെ സഹായത്തോടെ നമുക്ക് ഹണിയെ ചതുപ്പിൽ നിന്നും പൊക്കിയെടുക്കാൻ പറ്റും. ഹണി, നീ എന്റെ കയ്യിലോട്ട് പിടിക്ക്. അപ്പൊ നീ കൈനെ മാത്രമേ രക്ഷിക്കുള്ളൂ? എന്നെ ഇപ്പൊ മൊത്തത്തിൽ രക്ഷിക്കാൻ ഉദ്ദേശമില്ലേ? ഇത് വല്ലാത്ത ചതിയായി പോയി. എടാ മരക്കഴുത, നിന്റെ കൈ ഇങ്ങോട്ട് താടാ. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് ഇവൻ ആ കാലിയുടെ കൂട്ടുകാരനാണെന്നാ. എന്റെ വലിയളിയനെ വിടാനാ പറഞ്ഞേ. ഈ കൊടുത്താൽ കളിപ്പാട്ടമെല്ലാം ചലിക്കുമല്ലോ. ഇവൻ എന്റെ ഈരയാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായും വലിക്കുമല്ലോ. ഇന്നലെ ഒരു പോത്തിന്റെ കൂടെ കാട്ടിലൂടെ പോയി. ഇങ്ങനെ കിക്കിളിയാക്കലേ, ഞാൻ ചിരിച്ച് ചിരിച്ച് ചാവാറായി. അത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രാത്രിയാകുമ്പോ കറുത്ത പാറക്കെട്ടുകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. മര്യാദക്ക് അലാറം വെച്ചേക്ക്. രാവിലെ കണ്ണു തുറന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരും എഴുന്നേപ്പിച്ചില്ലെന്ന് എന്നെ കുറ്റം പറഞ്ഞേക്കരുത്.
എടാ അങ്ങോട്ട് നോക്ക്, കറുത്ത പാറക്കെട്ടുകൾ നമ്മുടെ അടുത്തതിനുണ്ട്. അവന്മാരെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത്. തടയണം. വേഗം വാ. ആക്രമിക്ക. മര്യാദയ്ക്ക് ഇവിടുന്ന് വേഗം പോകാൻ നോക്ക. ഈ കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥർ ഞങ്ങളാണ്. ഇങ്ങോട്ട് വരാൻ ആരെയും സമ്മതിക്കില്ല. ഖന്ന സാറിനെ രക്ഷിക്കണം തുടങ്ങി നമ്മൾ ഈ സ്ഥലം മറികടന്ന് പോയേ പറ്റൂ. കാടിന്റെ രാജാവാണ് സിംഹം. ഞങ്ങൾ തീർത്തതാണ് ഈ വ്യൂഹം. നിങ്ങളാണെങ്കിൽ 4 പേരുണ്ട്, ഞങ്ങളാണെങ്കിൽ 2 പേരുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങിയാലോ ഈ യുദ്ധം? ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അയ്യോ. ഹാങ്ങർ കണ്ടപ്പോ തുണി ഉണങ്ങാനിട്ടതാണ്. എന്നെ കണ്ടത് ഹാങ്ങർ ആയിട്ടാണല്ലേ? അടി കൊണ്ട് എനിക്ക് ഹാങ് ഓവർ ആയി. അടി അവന്മാരെ. ഐഡിയ. ഇനി നമ്മൾ ആ പാറക്കെട്ടിൽ കയറുന്നത് തടയാൻ ആർക്കുമാവില്ല. എടാ ഇന്ന് എങ്ങനെയാണ് മട്ടർ പനീർ ഉണ്ടാക്കുന്നത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം കടായിൽ പനീരിടണം. അപ്പൊ ഈ കടായി എടുത്ത് ഗ്യാസിൽ വെക്കണ്ടേ? സോറി, അതേ വെക്കണം. താങ്ക് യു ഹണി. ആദ്യം കടായി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ മട്ടർ ഇടണം. എടാ നീ ഗ്യാസ് കത്തിക്കേണ്ട കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ. സോറി. ആദ്യം ഗ്യാസ് കത്തിച്ചതിന് ശേഷം വേണം മട്ടർ ഇടാൻ. എന്റെ സോർദാറെ, ആ സിലിണ്ടർ കാലിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ സിലിണ്ടർ ഇവിടെ കൊണ്ടുവരണം. അയ്യോ സോറി. ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ മട്ടർ പനീർ കടയിൽ നിന്നും ഓർഡർ ചെയ്തോളാം. പക്ഷെ നീ ഏത് വെബ്സൈറ്റിൽ നിന്നാ ഓർഡർ ചെയ്യാൻ പോകുന്നത്? അതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്നേ. അടേ നീ ഒന്നും മിണ്ടാതിരിക്കേ. സോറി. എങ്ങനെയുണ്ട്? കണ്ടോ, എനിക്കൊന്നും പറ്റിയില്ല. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിന്റെ ചുണ്ട് ചുമന്നിരിക്കുക, അതുകൊണ്ടാ മനസ്സിലാവാത്തെ. അയ്യോ ഒന്ന് നിർത്ത്. എനിക്ക് തോന്നുന്നതേ മേഡത്തിന് ആ ഷോയിലെ നായ്ക്കളെയും പൂച്ചയാണ് കൂടുതൽ ഇഷ്ടമെന്നാണ്.
എന്ത്? പക്ഷെ അതെന്താ അങ്ങനെ? ഒന്നാലോചിച്ച് നോക്ക്, നമ്മള് മനുഷ്യന്മാരെ പോലെ തന്നെയല്ലേ കുരുത്തക്കേട് കാണിച്ചു കൂട്ടുന്നത്. സംസാരം ഏകദേശം അവരെ പോലെ തന്നെ. ടിവിയിലുള്ള പൂച്ചയെ പോലെ വേണമെങ്കിൽ ഞാനും സംസാരിക്കാം. ദേ നോക്ക്. കൊച്ചളിയ വെറുതെ അവരോട് ചൂടാവണ്ട. നിന്റെ മ്യാവ് കേട്ടപ്പോ ഞങ്ങൾ വരെ ചിരിച്ചുപോയി. ഇനി ഞാൻ കുറച്ച് കാണിച്ചു തരാം. മ്യാവൂ, മ്യാവൂ. എന്നാലും സോർദാറേ, നീ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ശബ്ദം കേൾക്കുന്നു. ബാലി, ബാലി എന്നാണ് എന്റെ പേര്. മോഷണം അതാണ് എന്റെ ജോലി. ഇതിപ്പോ നമ്മുടെ കാര്യം കഷ്ടത്തിലായത്. മ്യാവ് മ്യാവ്. അല്ല, എനിക്കെന്താണ് സംഭവിച്ചത്? എനിക്കെന്താണ് കുരയ്ക്കാൻ സാധിക്കാത്തത്? നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഈ ശബ്ദങ്ങളൊന്നും പുറത്തു വരാത്തെ. നമുക്കൊരു ട്യൂട്ടറെ വെക്കാം, എങ്കിലേ തെറ്റ് തിരുത്തി നമുക്ക് മുന്നേറാൻ പറ്റൂ. ബാലി, ബാലി എന്നാണ് എന്റെ പേര്. മോഷണം, മോഷണമാണ് എന്റെ ജോലി. ട്യൂട്ടർ, ഒരു വ്യാജ ട്യൂട്ടറായി ഇവിടെ കയറിക്കൂടാം. സാധനങ്ങൾ, ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും ഞാൻ മോഷ്ടിച്ചിരിക്കും. വോയിസ് ട്യൂട്ടർ, ദാ താഴെ നമ്പറും കൊടുത്തിട്ടുണ്ടല്ലോ. കറക്റ്റ് സമയത്ത് തന്നെയാണ് നോട്ടീസ് കിട്ടിയത്. ഇപ്പോൾ തന്നെ ഈ ട്യൂട്ടറിനെ ഫോൺ ചെയ്ത് വരുത്താം നമുക്ക്. അല്ല, നിങ്ങളാരാ? ഇവിടെ ആരാണെന്ന ചോദ്യത്തിന് പ്രശസ്തിയില്ല, പക്ഷെ എന്തിനു വന്നു എന്ന ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. ഞാനാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വന്തം ട്യൂട്ടർ. ആദ്യത്തെ വഴിയാണ് മെഡിറ്റേഷൻ. എല്ലാവരും കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യൂ. ഇനി പറയൂ, മിയാവൂ, മിയാവൂ. അടിപൊളി. ഇനി പറയൂ, ബൗ, ബൗ. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ ശബ്ദത്തിൽ ഒരു ഗ്ലാസ് പൊട്ടാൻ മാത്രമല്ല എക്കോ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. സത്യമായിട്ടും മധുരം, അതിമധുരം, സ്വരമധുരം. നിങ്ങളുടെ ശബ്ദത്തിൽ ചൂടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഫ്രിഡ്ജിനകത്തേക്ക് കയറിയിരുന്ന് നിങ്ങളുടെ ശബ്ദം തണുപ്പിക്കേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഫ്രിഡ്ജിന്റെ ഓരോ മൂലയിലായി കയറിയിരുന്നോളൂ. ശബ്ദം മെച്ചപ്പെടുത്താൻ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യണം. അതിലൊന്നാണ് ഇപ്പോ കംപ്ലീറ്റ് ആയത്. നിങ്ങൾക്കിപ്പോൾ ചൂടിന്റെ ആവശ്യമുണ്ട് കുട്ടികളെ. ഇന്നാണ് തിങ്കളാഴ്ച. ഒരു 10 കിലോമീറ്റർ ഓടുക, ഇടയ്ക്ക് 4 മിനിറ്റ് നിൽക്കുക. അതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ശബ്ദത്തിന് വ്യത്യാസം. എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം ഗുരുജി, നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെയും ശബ്ദം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ നമിച്ചു ഗുരുജി. സംശയമുണ്ടോ? ഗുരുജി, ഇനി താങ്കൾ എന്താ പഠിപ്പിക്കുന്നേ? കൂട്ടുകാരെ, കള്ളനെ കൈയോടെ പിടികൂടി. ബണി നിന്റെ സംശയം ശരി തന്നെയാണ്. ഇയാള് ഗുരുജിയല്ല, കള്ളനാണ്. ബാഗിൽ സാധനങ്ങൾ നിറച്ച് കടന്നു കളയാൻ നോക്കുകയായിരുന്നു. പിടിക്കവനെ. അവന്റെ മേഡത്തിന്റെ ആഭരണങ്ങളുണ്ട്. അവനെ വെറുതെ വിടല്ലേ. അല്ല, ഇയാൾ എന്തൊരു മണ്ടനാ. ശരിക്കും വാതിൽ തുറക്കേണ്ടത് അകത്തോട്ടാണ്. ഇയാളതേ പുറത്തോട്ടാ തുറക്കാൻ നോക്കുന്നേ. ഞാനെന്തോ അബദ്ധം പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നേ. ഐഡിയ. അടിക്കവനെ. ബാലി, ബാലി എന്താണ് എന്റെ പേര്. ഇവര് കാരണം എന്റെ ചാക്ക് പിന്നെയും കാലി. അയ്യോ.
ഒച്ച ഒച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നോ? ഇത് ഞാനാ പോപ്പെട്ട് സിനിമ കാണാ പേടിത്തൊണ്ടന്മാരെ. നിങ്ങൾ എന്തിനെ കിടന്ന് പേടിക്കുന്നേ? ഇത് ഫിലിമല്ലേ, ഒന്ന് മര്യാദ കിടന്ന് കണ്ടൂടെ, ചുമ്മാ പേടിത്തൊണ്ടന്മാര്. ഈ ഹണി എങ്ങോട്ടാ പോയത്? ആരും വാതിൽ തുറക്കുന്നില്ല. പേടിക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഇത് നമ്മുടെ മുത്തശ്ശിയല്ലേ? അല്ലേ കുട്ടികളെ, നിങ്ങളായിരുന്നോ? മുത്തശ്ശിക്ക് സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാ. വെള്ളോ ഇപ്പൊ കൊണ്ടുവരാ. തിക്കുറിശിയല്ല ഞാൻ ചോദിച്ചതേ, മുത്തശ്ശിക്ക് സുഖമില്ലേന്നാ. എനിക്ക് സുഖം തന്നെ കുട്ടികളെ. എന്തായാലും നന്നായി നീ വന്നത് സർദാർ. മുത്തശ്ശിയുടെ കണ്ണട കാണാതായിരിക്കുക, അതുകൊണ്ടാ നമ്മളെ തിരിച്ചറിയാത്തെ. അതവിടെ നിക്കട്ടെ, കുഴപ്പമെന്താന്ന് വേഗം പറയാ. അതെ, ഇവിടെ കൊതുകുണ്ട്. ദാ പോപ്പട്ടി കോയില് കത്തിക്ക്, കൊതുകല്ല പറ പറന്നു പോകും. എന്റെ മുത്തശ്ശി കൊതുകല്ല കുഴപ്പമെന്തെന്നാ ചോദിച്ചത്. അതായിരുന്നോ ചോദിച്ചത്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആദ്യം അത് കഴിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരിക്കും. ദോശയുടെ കൂടെ ചട്നിയും കൂട്ടി കഴിക്കണം. ചട്നി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ശരി, ഞാൻ എന്തായാലും ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേക്കാം. ഇതെന്താ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? വാ, നമുക്കിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. മുത്തശ്ശിതേ, ഇവിടെ ഒളിച്ചോ? ഇത് ശരിക്കുള്ള ഭൂതം തന്നെയാ. കണ്ടില്ല എന്തൊരു വലിപ്പം അതിന്. എന്റെ അമ്മേ, ഭൂതമാണെങ്കിൽ എങ്ങനെയാ ദോശ കഴിക്കുന്നേ? അതെ, ഞാനും അത് ആലോചിക്കുന്നേ. അനിയ, ഫ്രിഡ്ജിൽ ചമ്മന്തി ഉണ്ട്, അത് വേണമെങ്കിൽ. ഇത് ഭൂതമൊന്നുമല്ല, ഇതെന്തോ തരികിടയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ പണി? ഐഡിയ. ദേ നോക്ക്, നീ ആരാണെങ്കിലും പിടിക്കപ്പെട്ടിരിക്കുന്നു. മര്യാദക്ക് പുറത്ത് വന്നോ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. സംശയമുണ്ടോ?
നോക്ക് റോളർ സ്കേപ്പ്. എന്റെ സംശയം ശരിയാ, ഇത് ഭൂതമൊന്നും അല്ലെന്നേ. ഇന്നിവന്റെ എല്ലാം ഒടിച്ചെടുത്ത് വില്ലുണ്ടാക്കിയിട്ട് തന്നെ കാര്യം. സംശയമുണ്ടോ? എന്നാലും എങ്ങനെ ഇവരുടെ അടുത്ത് നമ്മൾ ഏറ്റുമുട്ടും? അതൊക്കെ വളരെ സിമ്പിൾ ആണെന്നേ. അയ്യോ. കൂട്ടുകാരെ, നമുക്ക് ഈ ഭൂതത്തോട് ഏറ്റുമുട്ടാൻ പറ്റില്ല, ഓടിക്കോ.